എക്കോ റാംബ്ലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്ങാതിമാർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് രാജപാളയത്തിനടുത്തുള്ള കറുപ്പാ നദി ഡാമിന്റെ അടുത്താണ്. കൊട്ടാരക്കരയിൽ നിന്നും അതിരാവിലെ ആരംഭിച്ച യാത്ര തെങ്കാശിക്കടുത്തുള്ള പുളയറയും പിന്നിട്ട് കടയനെല്ലൂർ എത്തി നിൽക്കുകയാണ്. കടയനെല്ലൂരിൽ നിന്നും ഏകദേശം 5.5 കിലോമീറ്റർ സഞ്ചരിച്ചു വേണം തിരുക്കൂടപുരത്തെത്താൻ. ഇവിടെ നിന്നും സഹ്യന്റെ മടിത്തട്ടിലേക്ക് ഏകദേശം 8 കിലോമീറ്ററോളം പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചാൽ കറുപ്പാ നദി ഡാമിലേക്ക് എത്തിച്ചേരാം. ഡാമിലേക്ക് പോകുന്ന റോഡിന്റെ ഇരുകരകളും അത്രയേറെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഒരു ഭാഗത്ത് കറുപ്പാ നദിയും മറുഭാഗത്ത് കണ്ണെത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന നെൽവയലുകളുമാണ് ഈ യാത്രയെ മനോഹരമാക്കുന്നത്. ഇവിടുത്തെ ഈ കാഴ്ചയിൽ മനസ്സിലേക്ക് എത്തുന്നത് ചില പാലക്കാടൻ ഗ്രാമങ്ങളിലെ കാഴ്ചകളാണ്. ഇതേ ഒരു ഫീലാണ് പാലക്കാടൂടെ യാത്ര ചെയ്യുമ്പോഴും എനിക്കുണ്ടായിട്ടുള്ളത്. കറുപ്പാ നദിയുടെ മറുകരയിൽ ധാരാളം തെങ്ങിൻതോപ്പുകളും കമുങ്ങിൻതോപ്പുകളും കാണാനാകും. അതിൻ്റെ എല്ലാം അപ്പുറം ആ മലയുടെ താഴ്വാരം കറുപ്പാ നദി ഡാം വരെയുള്ള ഭാഗം ടൈഗർ റിസർവ് ആണ്. മഴനിഴൽ പ്രദേശമായിരുന്നിട്ടുകൂടി ഇവിടെ ധാരാളം പച്ചപ്പ് കാണാനാകും. ഈ പച്ചപ്പ് തന്നെയാണ് ഇവിടുത്തെ സൗന്ദര്യവും. നിഷ്കളങ്കരും കഠിനാധ്വാനികളുമാണ് ഇന്നാട്ടിലെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാടൻ ഗ്രാമങ്ങൾക്ക് ഇത്ര ഭംഗിയും. നേരുമുന്നിൽ കാണുന്നത് ഒരു ഇഷ്ടിക കളമാണ്. യാതൊരു യന്ത്ര സംവിധാനങ്ങളോ മറ്റോ ഒന്നുമില്ലാതെ തനതായ രീതിയിൽ മണ്ണ് ചവിട്ടി കുഴച്ച് നാടൻ ഇഷ്ടിക നിർമ്മിക്കുന്നതാണ് ഈ കാണുന്നത്. ഇഷ്ടിക കളങ്ങളുടെ മറുസൈഡിൽ പാടങ്ങളെല്ലാം ഉഴുതുമറിച്ച് ഞാറുനട്ട് പുതിയ കൃഷി ഇറക്കിയിരിക്കുന്നു. കരിമ്പനകൾ അതിരിടുന്ന പാതയോരവും കണ്ണിനും മനസ്സിനും കുളിർമയേകി പച്ചപ്പ് വാരി നിറച്ച വയലേലകളും ഗൃഹാതുരത്വം നിറയുന്ന ഓർമ്മകളും സമ്മാനിച്ച തമിഴ് ഗ്രാമം തൃക്കുടപുരം. ഇവിടെ നിന്നുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കറുപ്പാ നദി ഡാമിലേക്ക് ഇന്നാട്ടിലെ പ്രധാന കൃഷി നെല്ലാണെന്നിരിക്കെ ചില ഭാഗങ്ങളിൽ പരുത്തിയും കരിമ്പ് കൃഷിയും കണ്ടുവരുന്നു. സമയം ഏകദേശം 2:30 അടുക്കുന്നു. കറുപ്പാ നദി ഡാം സ്ഥിതി ചെയ്യുന്നത് ടൈഗർ റിസർവിനുള്ളിലായതിനാൽ എത്രയും പെട്ടെന്ന് ഡാമും പ്രദേശങ്ങളും ചുറ്റിക്കണ്ട് തിരികെ ഇറങ്ങാം. കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോഴാണ് ഞങ്ങൾ ആ കാഴ്ച കണ്ടത്. നെൽവയലുകളുടെ ഓരം ചേർന്ന് ഫെൻസിംഗ് സ്ഥാപിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന കർഷകരോട് കാര്യം തിരക്കിയപ്പോൾ അവർ പറഞ്ഞതിതാണ്: ഈ വയലേലകൾ സ്ഥിതി ചെയ്യുന്നത് ഗ്രാമാതിർത്തിയോട് ചേർന്നിട്ടാണ്. മുന്നോട്ട് പോകുന്തോറും ഗ്രാമം അവസാനിച്ച് വനാതിർത്തിയോട് കടക്കുകയായി. മയിലും മാനും മലയണ്ണാനും കാട്ടുപന്നിയും കാട്ടാനയ്ക്കും ഇഷ്ടഭക്ഷണമാണ് ഇളം നെൽച്ചെടികൾ. അതിനാൽ തന്നെ ഇന്നാട്ടുകാർ ഇവയെ പാടങ്ങളിൽ നിന്ന് തുരത്താൻ വേണ്ടിയാണ് ഇരു സൈഡിലും ഫെൻസിംഗ് സ്ഥാപിച്ചിരിക്കുന്നത്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഒരു ടീ റോഡിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു വേണം കറുപ്പാ നദിയിലേക്ക് പോകാൻ. ഇത്ര കൃത്യമായി വഴി പറയുന്നത് എൻ്റെ വീഡിയോ കണ്ട് കറുപ്പാ നദി ഡാമിലേക്ക് പോകുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. 8 കിലോമീറ്ററിൽ ആദ്യത്തെ 2 കിലോമീറ്റർ മാത്രമാണ് മനുഷ്യവാസമുള്ളത്. അതിനുശേഷം മനുഷ്യവാസമില്ലാത്ത പ്രദേശമാണ്. കൂടാതെ GPS നമുക്കിവിടെ വരുമ്പോൾ കാട്ടിത്തരുന്ന റൂട്ടും തെറ്റാണ്. ആനശല്യം കാരണം ഒരു ബോർഡ് പോലും ഇവിടെ സ്ഥാപിച്ചിട്ടുമില്ല. ആകെയുള്ളത് ഇതേപോലത്തെ ചെറിയൊരു കോവിലാണ്. ഇവിടെ എപ്പോഴും ആൾക്കാരുണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര കൃത്യമായിട്ട് ഈ റൂട്ട് പറഞ്ഞു തരുന്നത്. ഈ പ്രദേശം കാണാൻ അതിമനോഹരവുമാണ്. കൂടാതെ ഇവിടേക്ക് വരുന്ന സഞ്ചാരികൾ കൃത്യമായും ഭക്ഷണവും വെള്ളവും കരുതിയിരിക്കണം. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെയല്ല. ഇവിടെ കടകളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ലാത്തൊരു ഉൾഗ്രാമപ്രദേശം കൂടിയാണ്. അതിനാൽ തന്നെ ഭക്ഷണവും വെള്ളവും കൃത്യമായിട്ട് എടുക്കുക. ഇല്ലെങ്കിൽ ഈ 8-9 കിലോമീറ്റർ താണ്ടി വീണ്ടും എന്ന വഴിയിൽ കൂടെ തിരികെ പോയാൽ മാത്രമേ നമുക്ക് ഭക്ഷണമോ വെള്ളമോ മറ്റ് സംവിധാനങ്ങളോ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ ഭക്ഷണവും വെള്ളവും കരുതുക. തൊട്ടു മുന്നിൽ ഒരു മയിൽ നിൽക്കുന്നത്. വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് സഞ്ചരിച്ചാൽ ടൈഗർ റിസർവിന്റെ അതിർത്തി പ്രദേശത്തിലേക്ക് എത്തുകയായി. മാത്രവുമല്ല, ആ ഗേറ്റ് കടന്നാൽ നമ്മൾ ഡാമിന്റെ പരിസരത്തേക്ക് എത്തുകയാണ്. ഇനി അതീവ ജാഗ്രതയോടുകൂടി മാത്രം വാഹനം ഓടിക്കുക. കാരണം 2 സൈഡിലും ധാരാളം ജലം ലഭിക്കുന്ന പ്രദേശമായതിനാൽ വന്യമൃഗങ്ങൾ 2 സൈഡിലും ഫോറസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ ഇറങ്ങി വെള്ളം കുടിക്കാനുള്ള സാധ്യത കൂടുതലുള്ള പ്രദേശമാണ്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക.
അങ്ങനെ ഏറെ നേരത്തെ യാത്രക്കൊടുവിൽ നമ്മൾ കറുപ്പാനദി ഡാമിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങ് ദൂരെയായി കാണുന്നതാണ് കറുപ്പാനദി ഡാം. കൃഷിക്കാവശ്യമായി ജലം ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് കറുപ്പാനദി ഡാം പണിതിട്ടുള്ളത്. ഡാം എത്തുന്നതിന് കുറച്ചു മുന്നേ ലെഫ്റ്റിലേക്ക് ഒരു റോഡുണ്ട്, കോൺക്രീറ്റ് റോഡുണ്ട്. അതുവഴി പോയാൽ ഈ ഡാമിന്റെ മുകളിലേക്ക് എത്തിച്ചേരാനാകും. അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരികെ ആ ഡാമിന്റെ റൈറ്റ് സൈഡിൽ കൂടി, അതിന്റെ മുന്നിൽ കൂടി തിരിച്ച് താഴേക്ക് ഇറങ്ങി വരാവുന്നതാണ്. ഞങ്ങൾ കുറച്ചു നേരം ഡാമിന്റെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ തന്നെ അങ്ങനെ നിന്നു. കൃഷി ആവശ്യത്തിന് വേണ്ടി പണിതിരിക്കുന്ന ഡാം ആയതുമൂലം ചെറിയ അളവിൽ എന്നും ഇങ്ങനെ ഡാമിൽ നിന്നും വെള്ളം തുറന്നു വിടാറുണ്ട്. മുകളിൽ നിന്നും നോക്കിയാൽ കാണുന്നത് പോലെയല്ല. ഇവിടെ ഒരു കാരണവശാലും ഇറങ്ങാൻ നിൽക്കരുത്. നല്ല ആഴവും അടിത്തട്ടിൽ ചേറും നിറഞ്ഞിരിക്കുന്നത് മൂലം ഇവിടെ അപകടം സംഭവിക്കാറുണ്ട്. ഡാമിന്റെ റൈറ്റ് സൈഡിലുള്ള കോൺക്രീറ്റ് റോഡ് വഴി ഞങ്ങൾ ഡാമിന്റെ മുകളിലേക്ക് എത്തിച്ചേർന്നു. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അവിടുത്തെ കാഴ്ചകൾ കാണാനോ അവിടെ നിന്ന് വീഡിയോ എടുക്കാനോ ഒന്നും അതിന്റെ മുകളിലുള്ള അധികൃതർ സമ്മതിച്ചില്ല. കാരണം അവിടെ ഡാമിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നു എന്നൊരു കാരണമാണ് അവർ പറഞ്ഞത്. തിരികെ ഞങ്ങൾ ആ വഴിയിലൂടെ ഡാമിന്റെ താഴ്വാരത്തിലേക്ക് എത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മെയിൻ്റനൻസ് വർക്കിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾ ഞങ്ങളോട് എന്തൊക്കെയോ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്താണെന്ന് ഞങ്ങൾക്ക് ആദ്യം കാര്യം മനസ്സിലായില്ല. പിന്നീടാണ് അവർ പറഞ്ഞത് ഞങ്ങൾ നിൽക്കുന്നതിന്റെ റൈറ്റ് സൈഡിൽ ആ ഡാമിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കയറിപ്പോകാൻ വേണ്ടി ഒരു റോഡുണ്ടെന്നും അവിടെ ആനക്കൂട്ടം നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും ഉള്ള കാര്യം. അങ്ങനെ ഞങ്ങൾ വണ്ടിയും എടുത്ത് തിരിച്ച് ഡാമിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് പോയി, ഫെൻസിംഗ് ഉള്ള ഭാഗത്തേക്ക് പോയി. അത് കഴിഞ്ഞ് ഏകദേശം 2-2.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആണ് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ഡാം സൈറ്റിലേക്ക് എത്തിയത്. ഡാം സൈറ്റിൽ നിന്നും നേരെ ആ ബിൽഡിംഗ് ഇരിക്കുന്ന ഭാഗത്തേക്ക് പോകാമെന്ന് കരുതി. അവരുടെ അടുത്ത് വിളിച്ചു ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, കയറി പോന്നോളാനാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ശ്രദ്ധിച്ച് വണ്ടി വീണ്ടും മുന്നോട്ടെടുത്തു. ഞങ്ങളുടെ ഉള്ളിൽ ചെറിയൊരു ഭയമുള്ളതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി ചുറ്റുപാടും നല്ലവണ്ണം നിരീക്ഷിച്ചാണ് ഞങ്ങൾ ആ ഡാമിന്റെ മുകൾ ഭാഗത്തേക്ക് കയറിയത്. ഡാമിൻ്റെ മുകളിലെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയാത്തതിനാൽ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരികെ മലയിറങ്ങി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എക്കോ റാംബ്ലറിൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും ഗുഡ് ബൈ.